नमः अग्ने त्वं पार അമ്മയ്ക്ക് നൈവേദ്യം അർപ്പിക്കാനായി എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങളെയും നമോ നാരായണപൂർവമായ നമസ്കാരം. അമ്മ അന്നപൂർണേശ്വരിയായി നമ്മിലെല്ലാമുള്ള അന്നവും പ്രാണനുമായി വിളങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ അമ്മയ്ക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. അമ്മയുടെ ഇച്ഛ നമ്മളിലൂടെ ലോക കല്യാണത്തിനായി പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഈ സമർപ്പണത്തിലൂടെ. പൂർവാചാര്യന്മാര് നമുക്ക് ചൊല്ലിത്തന്നിട്ടുണ്ട്, ആപദീകിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ തസ്മരണം കിങ്കുരുതേ ബ്രഹ്മാദീനബി കിങ്കരീ ഗുരുതേ. ഓരോ ചുവട് വയ്ക്കുമ്പോഴും ആപതി ഓരോ പദം തോറും എന്ത് ചെയ്യണം എന്നാണ് ഒരു സാധകനോട് ഉപാസകനോട് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നു. സ്മരണീയം ചരണയുഗളം. ചരണശബ്ദത്തിന് അന്നവും പ്രാണനും എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടുമാണ് അമ്മയുടെ പാദങ്ങളായിരിക്കുന്നത്. അത് രണ്ടുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ തന്നെയായിരിക്കുന്ന ആ അമ്മയുടെ പാദങ്ങളായിട്ടുള്ള അന്നപ്രാണങ്ങൾ, അന്നത്തെയും പ്രാണനെയും എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അതെപ്പോഴും ശുദ്ധമാക്കി വെക്കണം. ഈ അന്നപ്രാണങ്ങളെ ശുദ്ധമാക്കി വെച്ചാൽ തൽസ്മരണം കിങ്കുരുതേ ബ്രഹ്മാദീനബി കിങ്കരീ ഗുരുതേ ഭൃഗുവർദ്ധതേ. നമ്മളിൽ നിന്ന് വർദ്ധിക്കുന്നതെല്ലാം, നമ്മുടെ സൃഷ്ടികളെല്ലാം നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ഇച്ഛ നമ്മളെല്ലാ തരത്തിലും ഒന്നാമതാകണം, ശ്രേഷ്ഠരാകണം, ഔന്നത്യത്തിൽ എത്തിച്ചേരണം എന്നത്.